എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഈ ഗണപതി എന്ന് പറയുന്നത് കണക്കിൻ്റെ കുലപതി എന്നാണ്. കണക്കിൻ്റെ കുലപതി, അത് കണക്കിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നതും ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ഈ പ്രപഞ്ചത്തിൻ്റെ ഇത് നമ്മളെ ഉള്ളിൽ, അതായത് നമ്മളുടെ ഇതും കണക്കിലാണ്. അതായത് ഈ പ്രശ്നനോട്ടം എന്ന് പറയുന്നത് തന്നെ 12 രാശി കണക്കിലാണ്. അതേ രാശിയിൽ തന്നെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്, ഈ കാവ് നിലനിർത്തിയിരിക്കുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഗ്രഹങ്ങൾ നിലനിൽക്കുന്നത്, നക്ഷത്രങ്ങൾ നിലനിൽക്കുന്നത്, പഞ്ചഭൂതങ്ങൾ നിലനിൽക്കുന്നത്, ഇതെല്ലാം കണക്കിലാണ്. അപ്പം ഈ കണക്കിൻ്റെ കുലപതി എന്ന് പറയുന്നതാണ് ഗണപതി എന്ന് പറയുന്നത്. അപ്പം ഈ ഗണപതി ആണ് ഈ മൂലാധാരത്തിൽ ഇരിക്കുന്നത്. ഗണപതിയാണ്. ഇത് ക്ഷേത്രത്തിലിരിക്കുന്നതോ അല്ലെങ്കിൽ ശിവന്റെ മകനെന്ന് പറയുന്നതോ അല്ലെങ്കിൽ പാർവതി ശരീരത്തിൽ നിന്ന് ഏതാണ്ട് വടിച്ച് എടുത്തുണ്ടാക്കിയെന്ന് പറയുന്നതോ ഇതൊക്കെ ശുദ്ധ മണ്ടത്തരമാണ്. അതൊന്നുമല്ല. നമ്മുടെ മൂലാധാരത്തിലാണ് ഗണപതി എന്ന് പറയുന്നത്. അതായത് ആദ്യമേ ഗണപതിക്ക് വെക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? പൂജ വെക്കുമ്പോഴത്തേന്, പൂജയൊന്നും ഇല്ല കേട്ടോ. അപ്പം പൂജ വെക്കുമ്പോഴത്തേന് ആദ്യം ഗണപതിക്ക് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂലാധാരം, നമ്മുടെ ശ്വാസത്തിൻ്റെ തുടക്കം മൂലാധാരത്തിൽ നിന്നാണ്. ഈ മൂലാധാരത്തിൽ നിന്നാണ് നമ്മുടെ ശ്വാസത്തിൻ്റെ തുടക്കം. അതായത് നമ്മുടെ ഇട പിങ്കള എന്ന് പറയുന്ന ഇതിലൂടെയാണ് നമ്മുടെ ശ്വാസം വരുന്നത്. നമ്മുടെ ശ്വാസം, അതായത് നമ്മൾ ഒരു മൂക്കിൽ കൂടി ശ്വാസം എടുക്കുകയും മറ്റേ മൂക്കിൽ കൂടെ ശ്വാസം വിടുകയുമാണ് ചെയ്യുന്നത്. അല്ലാതെ രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം വലിച്ചെടുത്തേച്ച് രണ്ട് മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുകയല്ല ചെയ്യുന്നത്. ഇതിന് സമയങ്ങൾ കഴിയുമ്പോഴത്തേന് ഇതിന് വ്യത്യാസം വരും. കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെപ്പറ്റിയൊക്കെ ഞാൻ വരും വീഡിയോകൾ, അതിൻ്റെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊക്കെ വരും വീഡിയോകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പം ഈ നമ്മൾ ഒരു മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുകയും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മറ്റേ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുകയും ഈ മൂക്കിൽ കൂടെ വിടുകയും ചെയ്യും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇട പിങ്കള എന്ന് പറയുന്ന ഈ നാഡികളിൽ കൂടെ നടക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ശ്വാസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ നമ്മുടെ മൂലാധാരത്തിലാണ്, അല്ലെങ്കിൽ ഗണപതിയിൽ നിന്നാണ്. അപ്പം ഈ ഗണപതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൂലാധാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതെപ്പോഴും ഉണർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ മൂലാധാരത്തിന് ഉണർത്തുക, അല്ലെ കുണ്ടലിനി ശക്തിനെ ഉണർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് ആളുകളും പറയുന്നുണ്ട്. ഇത് ഉണർന്നല്ല ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മരിച്ചു പോകും, നമ്മൾ മരണപ്പെട്ടു പോകും. കാരണം ഈ മൂലാധാരം ഉണർന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവന്റെ തുടിപ്പ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ഇതില്ല എങ്കിൽ, ഈ മൂലാധാരം ഉണർന്നില്ല, അല്ലെങ്കിൽ ഈ കുണ്ടലിനി ശക്തി ഉണർന്നല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പം ഇതാണ് ഈ ഗണപതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലാധാരത്തിൻ്റെ ഈ തുടക്കം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് തൊട്ടുമുകളിലാണ് ശക്തി എന്ന് പറയുന്ന ഒരു അമ്മ സാന്നിധ്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ അമ്മ സാന്നിധ്യം കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന 33 കോടി ദേവകളും ഈ 12 അങ്കുലത്തിൽ നിൽക്കുന്ന ഈ നട്ടെല്ലിൻ്റെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളാണ് ഈ 33 കോടി ദേവന്മാരും. അപ്പം നമ്മൾ ഗണപതിയെ ഗണപതി എപ്പോഴും ഉണർന്നാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ശക്തി എന്ന് പറയുന്ന, ഭദ്ര എന്ന് പറയുന്ന, അല്ലെ അമ്മ സാന്നിധ്യം എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ശക്തിയെ നമ്മൾ ഉണർത്തുന്നതും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മുരുകനാണെങ്കിലും മറ്റുള്ള ഈ ബ്രഹ്മാവാണേലും മഹാവിഷ്ണുവാണേലും ശിവൻ, ഈ പറയുന്നതെല്ലാം വെറും ചിത്രകഥ മാത്രമാണ്. നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അതായത് നമ്മളൊരു നോവൽ വായിക്കുന്നതും ഒരു ചിത്രകഥ വായിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളൊരു ചിത്രകഥയാണ് വായിക്കുന്നതെങ്കിൽ അതിനകത്ത് ആ കലാകാരൻ അതിനെപ്പറ്റി ആ ഒരു സിറ്റുവേഷൻ വരച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വരച്ചു വെച്ചിരിക്കുന്ന സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ചിത്രകഥകളാണ് ഈ ക്ഷേത്രങ്ങളിലും ഈ പറയുന്ന നമ്മുടെ പള്ളികളിലും എല്ലാം നടന്നിരിക്കുന്ന മുഴുവൻ ചിത്രകഥകളാണ്. അപ്പോൾ ആ ചിത്രകഥ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. ഇതൊന്നും
സത്യമല്ലെന്നോ ശക്തിയല്ലെന്നോ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിനെയൊക്കെ നമ്മൾ കാർട്ടൂൺ രീതിയിൽ നമ്മളെ വരച്ച് കാണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നു, മരത്തിൽ കൊത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കൊത്തുപണികളിലൂടെ നമ്മൾക്ക് ഈ സാധനം പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മളെ ഇങ്ങനെ ഈ ചിത്രകഥയിലൂടെ നമ്മളെ ഈ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ഇത് നമ്മുടെ അകത്താണെന്ന് പറഞ്ഞത്, അയ്യോ ഈ 33 ദേവന്മാരും ഒക്കെ നമ്മുടെ അകത്തുണ്ടെന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കാനാണ്? പക്ഷേ ഇതൊക്കെ ഒരു ശക്തിയാണ്, അല്ലാതെ ഒരു രൂപമല്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒരു ശക്തിയാണ്, നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ പവർ, ഒരു എനർജിയാണ്. അപ്പം ഈ എനർജികളെയാണ് ഈ 33 ദേവന്മാരെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ദേവന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശക്തികളെ ഉണർത്തിയിരുന്ന, അതായത് ഗണപതി കഴിയുമ്പോഴേക്കും ഈ ഭദ്രകാളി എന്ന് പറയുന്ന പോലെ ഓരോ തട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ ദേവതകളെ നമ്മൾ ധ്യാനത്തിലൂടെയും നമ്മളുടെ ചിട്ടവട്ട രീതികളിലും നമ്മൾ ഇതിനെ ഉണർത്തിയെടുക്കുന്ന പഴയ കാരണവന്മാർ, അതായത് പഴയ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പൂർവികർ ഈ ഏതെങ്കിലും ശക്തിയെ ഉണർത്തിയിരുന്നവരായിരുന്നു. എന്നാൽ ഈ ഗണപതി ശക്തിയെ ഗണപതി കഴിഞ്ഞിട്ടുള്ള അടുത്ത ശക്തി എന്ന് പറയുന്ന ഈ അമ്മ സാന്നിധ്യത്തിനെ ഉണർന്നിരിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. എനിക്ക് ഉണർന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഭദ്രകാളിയെ വിളിച്ച് ഞാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എനിക്ക് ആ ദേവത അനുകൂലത്തിലാണ്, ഭദ്രകാളി എനിക്ക് അനുകൂലത്തിൽ, പല ദേവതകളും എനിക്ക് അനുകൂലത്തിലാണ്, എങ്കിലും അതിനായിട്ട് മെയിനായിട്ടുള്ള ഒരു ദേവതയാണ് ഈ ഭദ്രകാളി, അല്ലെങ്കിൽ ഈ അമ്മ സാന്നിധ്യത്തിലുള്ള ഈ ആളെന്ന് പറയുന്നത്. അപ്പം ഈ സാന്നിധ്യത്തിലുണ്ടായിരുന്ന പല ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികരായ പല പിതാക്കന്മാരും പല മുത്തശ്ശിമാരും ആദ്യമെല്ലാം അമ്മ ദൈവങ്ങളാണ്. ദൈവം എന്നല്ല, ഈ മൂർത്തി സാന്നിധ്യം അല്ലെങ്കിൽ ഈ ഒരു പവർ, ഈ എനർജി പവർ അമ്മമാർക്കായിരുന്നു, നമ്മുടെ മുത്തശ്ശിമാർക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്നാന്ന് വെച്ചാൽ, പഴയ കാലത്ത് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു കഴിയുമ്പോഴത്തേനും വയറ്റാട്ടി തള്ളന്മാർ അല്ലെങ്കിൽ മുതുമുത്തശ്ശിമാരെന്നൊക്കെ പറയുന്ന മുത്തശ്ശി വൈദ്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് മുഴുവൻ അമ്മമാരാണ്, നമ്മുടെ മുത്തശ്ശിമാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ആണുങ്ങൾ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്, പുരുഷന്മാർ ഇത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷമാണ്. ആദ്യം നമ്മുടെ അമ്മ സാന്നിധ്യത്തിലുള്ള ആളുകളാണ് ഇത് ആദ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ അമ്മ സാന്നിധ്യത്തിനെ അല്ലെങ്കിൽ ഈ ഭദ്രകാളി സാന്നിധ്യത്തിനെ ഉണർത്തി, നിങ്ങളിൽ പലർക്കും ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആ ശക്തി എന്താണെന്ന് അറിയില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. നിങ്ങളിൽ പലർക്കും ആ ശക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് ചിലർ മാന്ത്രികരല്ല എങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ അവർ അറിയാതെ തന്നെ അവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജപിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ ഒന്ന് തടവി കൊടുക്കുമോ, അല്ലെങ്കിൽ ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം നടക്കും. ഇത് നിങ്ങളിൽ ഈ ശക്തി ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ അമ്മ സാന്നിധ്യത്തിലുള്ള അല്ലെങ്കിൽ ഈ ശക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഭദ്ര എന്ന് പറയുന്ന രീതിയിലുള്ള ഈ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നടക്കുന്നത്. അപ്പം നിങ്ങളിൽ പലരിലും ഇതുണ്ട്, എന്നിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. പക്ഷേ ഇതിനെ ഉണർത്തിയെടുക്കാന്നുള്ളൂ. പക്ഷേ ഗണപതി എന്ന് പറയുന്ന ഈ ശക്തി ഓൾറെഡി ഉണർന്നിരുന്നില്ല എങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു. അപ്പം അത് ഓൾറെഡി ഉള്ളതാണ്. അതിന് മേളിലോട്ട് ഓരോ തലങ്ങളുണ്ട്. ആ ഓരോ തലത്തിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ ശക്തികളും നമുക്ക് ഉണരുന്നത്. ആ ഓരോ ശക്തികളും നമുക്ക് ഉണരണമെങ്കിൽ ഈ 33 കോടി ദേവന്മാരെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയും 66,000 കോടി അസുരഗണങ്ങൾ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയുമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും കൂടെ തമ്മിൽ അകത്ത് വലിയൊരു യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ പാലാഴി മദനം എന്ന്, അല്ലെ പാലാഴി കടയ എന്നൊക്കെ പറയുന്നത് ഇതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പാലാഴി കടൽ എന്നും പറഞ്ഞൊരു കടലൊന്നും ഇവിടെയെങ്കിലും ഇല്ല, ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞന്മാർ പോലും കണ്ടുപിടിച്ചില്ല, ഒരുത്തിനും എങ്ങും കണ്ടുപിടിച്ചില്ല പാലാഴികളിൽ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്താണ് നടക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വരും വീഡിയോകൾ പറയാം. അപ്പോൾ ഈ ശക്തി ഉണർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ പവർ, ഒരു എക്സ്ട്രാ എനർജി നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. ആ പവർ വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഉണർന്നിരുന്ന അന്നത്തെ കാലത്ത് നമ്മുടെ പിതാക്കന്മാരല്ല, നമ്മുടെ പൂർവികരിൽ ഉണർന്നിരുന്ന ഈ ശക്തിയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ആത്മാക്കളെ, മരിച്ചുപോയ ആത്മാക്കൾ വന്ന് സംസാരിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞില്ലേ. അപ്പം ആ ആത്മാക്കൾ ഈ ശക്തിയെ കൊണ്ട് ആ ആത്മാക്കളെ പിടിച്ച് പതിയിരുത്തി അല്ലെങ്കിൽ അവരെ കുടിയിരുത്തിയത് ഈ കാവുകൾ പോലുള്ള സ്ഥലങ്ങളിലാണ്. ഈ കാവുകളിൽ, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അവരെ കുടിയിരുത്തിയിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കി കൊടുക്കുവോ, അല്ലെങ്കിൽ കുറെ സ്വർണം കൊണ്ട് കൊടുക്കുവോ, പൈസ കൊണ്ട് കൊടുക്കുവോ, ഇതിൻ്റെ ഒന്നും ആവശ്യം അവർക്കില്ല. അവർക്ക് വേണ്ടത് നമ്മൾ എന്താണോ കഴിക്കുന്നത്, നമ്മൾ കഴിക്കുന്നത് അതെന്തും
അത് ഇറച്ചിയായാലും മീനായാലും കള്ളായാലും ചാരായമായാലും ഇനി ഒരു ഗ്ലാസ് പച്ചവെള്ളമാണെങ്കിലും പഴങ്ങളാണെങ്കിലും എന്താണോ കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും എന്താണോ നമ്മൾ കഴിക്കുന്നത് തന്നെ ഇവർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ കാവുകൾ ശരിക്കും പറഞ്ഞാൽ പതികളായി മാറിയത്. പതികൾ ഇനി കോട്ടങ്ങളാകുന്നുണ്ട്, കോട്ടങ്ങൾ കല്ലമ്പലങ്ങളാകുന്നുണ്ട്, കല്ലമ്പലങ്ങൾ ക്ഷേത്രങ്ങളാകുന്നുണ്ട്, ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളാകുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. വരും വീഡിയോകൾ വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഓ